Good morning guys, welcome back to my channel. It's me Ready Wednesday. ഞാൻ ഇന്ന് രാവിലെ തന്നെ TV ഓൺ ആക്കാൻ പോവാണ്. അയ്യോ ടിവിയുടെ സ്വിച്ച് ഇനി നമുക്ക് TV കുറച്ചിരുന്ന് കാണാം. ഇന്ന് കേരളത്തിൽ നല്ല ആസിഡ് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ആരും ബൈക്ക് അപ്പോൾ ഗൈസ് നിങ്ങൾ കേട്ടത് കണ്ടില്ലേ, ഇന്ന് ആസിഡ് മഴയൊക്കെ പെയ്യുമെന്ന് എൻ്റെ തോന്നുള്ള. കഴിഞ്ഞ തവണ ലാവ മഴ പെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഇന്നേ വരെ ലാവ മഴ ചെയ്തിട്ടില്ല കേട്ടോ. അയ്യോ ഇന്നേ വരെ ലാവ മഴ ചെയ്തിട്ടില്ല. വണ്ടി നീങ്ങിപ്പോയി ഗൈസ്. അപ്പം ഞാനില്ലേ എൻ്റെ ചിറ്റപ്പൻ്റെ വണ്ടിക്കെന്താ പെട്രോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഞാനൊന്ന് പെട്രോൾ അടിക്കട്ടെ. ചെറുതായിട്ട് മഴക്കാറുണ്ട്. മഴ പെയ്താൽ എന്താ ആസിഡ് മഴയൊന്നല്ലല്ലോ പെയ്യുന്നേ. വണ്ടിയിൽ പെട്രോൾ അടിച്ച ആ സമയത്ത് തന്നെ ഇതിട്ടുണ്ട്. ഞാനേ എങ്കിൽ ചിറ്റപ്പൻ്റെ കല്യാണത്തിൽ പോയിക്കൊണ്ടും പോകാം. അപ്പോൾ ഗായ്സ് ചിറ്റപ്പൻ്റെ കല്യാണത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കയറി ചെന്ന് നോക്കാലേ. അയ്യാ ആരും എന്നെ ഒന്ന് ഇടിക്കുന്നുണ്ടല്ലോ. അയ്യേ എന്നെ വെറുതെ ഇടിക്കരുത്, ഞാൻ കൊള്ളുന്നു. എന്തിനായിരിക്കും ഗായ്സ് എന്നെ വെറുതെ ഇടിച്ച? ഗായ്സ് എൻ്റെ നിഴല്, എൻ്റെ കൈ, ഇതൊക്കെ എന്താണ്? എൻ്റെ കൈക്ക് എന്ത് പറ്റി? നോ, അപ്പോൾ ആസിഡ് മഴ ഇല്ല. നോ, ഞാനപ്പോൾ അസ്ഥികൂടമായി. അപ്പോൾ ആ പെണ്ണ് പേടിച്ചിട്ടാണ് എന്നെ തല്ലാൻ വന്നതല്ലേ. അപ്പോൾ തൽക്കാലം ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഡ്രസ്സ് ഇടാൻ പറ്റുമെങ്കിൽ ഡ്രസ്സ് ഇടാം. ഇതിപ്പോൾ അസ്ഥികൂട വേഷത്തിലെ സ്വലിഞ്ഞോയി. എൻ്റെ വണ്ടി എടുത്തുകൊണ്ടും പോയാ എംബിഡിക്കാരെ കൊണ്ട് എനിക്ക് വല്ല ഡ്രസ്സും ഇടാൻ പറ്റും. അപ്പം ഞാൻ എങ്ങനെയൊക്കെ ഡ്രസ്സൊന്നും ഇടാൻ പറ്റുള്ള അപ്പത്തേക്ക് ഉറന്നു പോയാണ്. അപ്പം ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ വല്ല ഡോക്ടറിനെ പോയി കാണേണ്ടി വരും ഗൈസ്. ആരും അറിയണ്ട. ദേ ഒരു വെളുത്ത ഒരാള്. ആ ചേച്ചി ബൈ ബൈ. കണ്ടിട്ട് എൻ്റെ സയൻസ് ടീച്ചറുടെ ലാബിൽ പോലെ ഉണ്ടല്ലോ. ഇത്രയും ഉറക്കി പറയോ? വിഗ് മുടിയായിട്ട് വെച്ച് വന്നേക്കാണ് ഞാൻ. എങ്ങനെയെങ്കിലും ഡോക്ടറിനെ കാണണം ഗൈസ്, അല്ലെങ്കിൽ എൻ്റെ കാര്യം തീരും. പിന്നെ ഗൈസ് ഈ വീഡിയോക്ക് നിങ്ങൾ നല്ലോണം ലൈക്ക് തന്നെയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾ പറയണ ഒരു ചാലഞ്ചായിട്ട് വരാം. പിന്നീട് നിങ്ങൾ താഴെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയുടെ മിക്സ് നിങ്ങൾ കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം. ഞാനപ്പോൾ എങ്ങനെയെങ്കിലും ഡോക്ടറിനെ കാണാൻ പോവാം. പിന്നീട് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. പെട്ടെന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്ക് ഗായ്സ്. ഇതാണ് ഹോസ്പിറ്റൽ. ഇതാണ് ഗൈസ് ഞാൻ തന്നെ പോണിട്ട ഹോസ്പിറ്റൽ. ഇത് എൻ്റെ ഹോസ്പിറ്റലാണ് ഗൈസ്. എൻ്റെ ഹോസ്പിറ്റലിൽ ഞാനെങ്ങനെയും കയറാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ഞാൻ ഈ അസ്ഥികൂട വേഷത്തിൽ തന്നെ ഇരിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കയറാം ഗൈസ്. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഈ ഹോസ്പിറ്റലിൽ കയറാൻ നോക്കട്ടെ. ഞാൻ ഈ ഡോക്ടറിൻ്റെ അടുത്തൊന്ന് ചെന്ന് നോക്കട്ടെ. ഹലോ എനിക്ക് ഇത് വേണം. താങ്കളുടെ നമ്പർ 46. ഡോക്ടർ വിളിക്കുമ്പോൾ അങ്ങനെ കയറിയാൽ മതി. ശരി. അല്ല താനെന്താ ഇങ്ങനെ എല്ലുപോലിരിക്കണേ? അത് കുറച്ച് ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ഇതാ. ശരി, നമ്മളെ വിളിച്ചിട്ടുണ്ട്. ഇത് അപ്പുറത്താണ് ഡോക്ടർ ഇരിക്കണേ. ഹലോ ഡോക്ടർ, താനെന്താണ് അസ്ഥികൂടത്തെ പോലെ ഇരിക്കണേ? സത്യം പറഞ്ഞ ഡോക്ടർ ആസിഡ് മഴ ആരാണ് കാരണമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിയ ഡോക്ടറെ. എങ്കിൽ ശരി, താൻ്റെ മരുന്ന് ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ഇത്തവണ അമേരിക്കയിൽ നിന്ന് എങ്ങാണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടറെ. അങ്ങനെയാണെങ്കിൽ എനിക്കത് വേണം ഡോക്ടറെ. പക്ഷെ അത് ട്രെയിനിൽ നിന്നാണ് കൊണ്ടുവന്നേന്ന് പറഞ്ഞേക്കണേ. ആണോ? എങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ട്രെയിനിൽ പോയെടുക്കണം. അപ്പോൾ ഗൈസ് പറഞ്ഞെന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മറ്റേ ട്രെയിനിലാണ് ഈ
ആ മരുന്നിരിക്കണേന്ന്. അപ്പം എങ്ങനെയെങ്കിലും ആ മരുന്ന് എങ്ങനെയെങ്കിലും തപ്പി കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞാൻ എന്നേക്കുമായി അസ്ഥി കൂടിയായിട്ട് വല്ല സയൻസ് ലാബിൽ കൊണ്ട് ഇരിക്കേണ്ടി വരും. സയൻസ് ലാബിലത്തെ അസ്ഥി കൂടം പോലെ. ഗൈസ് ട്രെയിനിൻ്റെ നിൽക്കണ്ടല്ല. ഞാൻ പെട്ടെന്ന് ആ മരുന്നൊന്ന് ചെന്നെടുക്കട്ടെ. ഗൈസ് ഇതെന്താണ് പോലെ ഇങ്ങോട്ടാണ് പോണേ? അയ്യോ ഗൈസ് ട്രെയിൻ പോയല്ല. ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ കണ്ടോ ഗൈസ്, ട്രെയിൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യും ഞാനിനി? ട്രെയിനിൻ്റെ പുറകെ പോയി നിൽക്കണമല്ലോ. മറ്റേ ട്രെയിനിൻ്റെ GPS ലൊക്കേഷൻ ആഡ് ചെയ്തുകൊണ്ട് എനിക്ക് ട്രെയിനിൻ്റെ പുറകെ കൂടി പോവാം. എൻ്റെ പൊന്നു ഗൈസ്, ആ ട്രെയിൻ എങ്ങാനും വിട്ടുപോയാൽ എൻ്റെ പണി തീരും. എൻ്റെ തോന്നൽ റോട്ടിൽ കൂടി പോകണത് സേഫല്ല, റെയിൽവേ ട്രാക്കിൽ കൂടി പോവാം. അതാകുമ്പോൾ ആരും കാണേയില്ല. അപ്പോൾ ഗൈസ് ആ ട്രെയിനെ ഞാൻ കണ്ടു. എങ്ങനെയെങ്കിലും ട്രെയിനിൻ്റെ അടുത്തേക്ക് സ്പീഡിൽ പോകണം. ആക്സിലേറ്റർ പിടിക്കണം. ട്രെയിൻ നിൽക്കേ. ആ ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ട്രെയിൻ നിൽക്കൂല ഗൈസ്. ട്രെയിനിൻ്റെ പുറകെ കൂടി പോകണം, ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ പോകണം. എങ്ങനെയെങ്കിലും ട്രെയിനെ വെട്ടിക്കണം. എന്നിട്ട് ഏറ്റവും ഫ്രണ്ടിൽ ചെന്നിട്ട് ഇങ്ങനെ കൈ വീശി കാണിച്ച ട്രെയിൻ നിൽക്കുമെന്ന് എൻ്റെ തോന്നൽ. ട്രെയിൻ നിന്നിട്ടുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും ആ മരുന്ന് എടുക്കാൻ നോക്കട്ടെ. ചെറുതായിട്ട് ചുമയൊക്കെ ഉണ്ട് ഗൈസ്. ഗൈസ് ആ ചുമന്ന മരുന്ന് കിട്ടി ഗൈസ്. ചുമപ്പ പച്ച ചുമന്ന ഒരു ഗുളിക, അല്ല വെള്ള ഗുളിക. ഇത് ഞാനൊന്ന് എടുത്ത് കഴിച്ച് നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ആ ഡോക്ടറിൻ്റെ കയ്യിൽ ഈ മരുന്ന് ഏൽപ്പിക്കട്ടെ. ബ്രേക്ക്. ഡോക്ടറെ മരുന്നിട്ടി ആണോ? എങ്കിൽ വേഗം ഇങ്ങോട്ട് തോ, ഞാൻ ആ മരുന്ന് കലർത്തിക്ക് തനിക്ക് കുടിക്കാൻ തരാം. ഡോക്ടറെ. അയ്യോ ഇതെന്താണ് ഭൂമി കുലുങ്ങണ? അതൊന്നല്ലടോ, ഹോസ്പിറ്റലിൽ കുലുങ്ങണതാ. ആണല്ലേ? ഹോസ്പിറ്റലിൽ കുലുങ്ങണമെങ്കിൽ അത് നിർത്താനൊരു വഴിയുണ്ട്. എന്തോന്നാ സ്റ്റിക്കി ബോംബിടാ? എടോ വേണ്ട. എങ്കിൽ ശരി. കുറെ നേരമല്ല ഡോക്ടർ ഇട്ടിട്ട്. ഡോക്ടറെ വേഗം മരുന്ന് തന്നില്ലെങ്കിൽ ഞാനിത് പൊട്ടിക്കും. താൻ പൊട്ടിച്ചോ? അയ്യോ പൊട്ടിയല്ല. എന്നാ അവൻ്റെ മരുന്ന്. താങ്ക്സ്, ഞാൻ കുടിക്കട്ടെ. അയ്യോ എന്താണ്? അപ്പൊ ഞാൻ ഇത്ര നേരം കണ്ട സ്വപ്നമാണോ? ഇത് സ്വപ്നമാണെങ്കിൽ MVD-കാരൻ്റെ പോലീസ് എൻ്റെ കാർ പൊക്കിയിട്ടുണ്ടാവും. ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. എൻ്റെ അതേ കാറ്, എൻ്റെ അതേ ബൈക്ക്. അപ്പം ഞാൻ കണ്ട സ്വപ്നമല്ലേ? എങ്കിൽ ശരി, കുറച്ചൊരു TV കാണാം. ഇന്നത്തെ വാർത്ത എന്തായാലും നോക്കിയേക്കാം. നോക്കട്ടെ. ഇന്ന് കേരളത്തിൽ നല്ല ആസിഡ് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇനിയാണ് നടക്കാൻ പോണേ? ഇല്ല.